ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജങ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗ്രാമർ ആൻഡ് യൂസേജിലെ ചാപ്റ്റർ 2 ലാസ്റ്റ് ഭാഗമാണ്. ഒരുപാട് പേര് കഴിഞ്ഞ ക്ലാസ്സിന്റെ നോട്ട്സ് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിൽ ഹൈലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഹൈലൈറ്റ്സ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. Preposition പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ക്ലാസ് വേർഡ്. ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ് ദാറ്റ് ഡിസൈഡ് ദ പൊസിഷൻ ഓഫ് ദ നൗൺ ഓർ പ്രൊനൗൺസ് ഇൻ എ സെന്റൻസ്. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം, ഒരു സെന്റൻസിൽ നൗണിന്റെയോ അല്ലെങ്കിൽ പ്രൊനൗണിന്റെയോ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. നൗണിനെയും പ്രൊനൗൺസിനെയും കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി നമ്മളൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോഴും ഒരുപാട് പേര് നൗൺസും പ്രൊനൗൺസും ഗ്രാമർ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ എളുപ്പത്തിൽ നോട്ട്സ് ഒക്കെ ആയിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷൻ പറഞ്ഞാൽ ഒരു സെന്റൻസിലെ നൗണും പ്രൊനൗണും തമ്മിൽ അവരുടെ ഒരു പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്ന വേർഡാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്, അല്ലേ? It decides the position of a noun or a pronoun in a sentence. ഈ ഒരു പ്രിപ്പോസിഷൻ പറഞ്ഞാൽ ലിങ്കിങ് വേർഡാണ്. അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതുക, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ലിങ്കിങ് വേർഡാണ്. അത് ഒന്നെങ്കിൽ ഒരു നൗണും ഒരു പ്രൊനൗണും, അല്ലെങ്കിൽ രണ്ട് നൗൺസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് പ്രൊനൗൺസ് തമ്മിൽ അവരുടെ ഇടയിൽ ആ ഒരു റിലേഷൻ അവരെ രണ്ടുപേർ ലിങ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയിലുള്ള ഒരാളാണ് ഈ ഒരു പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഓൺ, ഇൻ, ഇതൊക്കെ പ്രിപ്പോസിഷനിൽ വരുന്നതാണ്. ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് അപ്പം നിർത്തി വെക്കുക കേട്ടോ. പിന്നെ ഒരു പ്രിപ്പോസിഷൻ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നാൻ കാരണം നമ്മൾ ഈ ഒരു പ്രിപ്പോസിഷൻ തന്നെ ഇഡിയംസ് ആയിട്ടും ഫ്രേസൽ വേർബായിട്ടും ഒക്കെ യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരേ നൗൺ അല്ലെങ്കിൽ ഒരു വേർഡ് തന്നെ എപ്പോഴും ഒരു നൗൺ ആവണം, പ്രൊനൗൺ ആവണം, അല്ലെങ്കിൽ അഡ്വേർബ് ആവണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ആ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളല്ലേ ടെക്സ്റ്റ് ഒപ്പം വെക്കുക, പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. അതായത് ഒരു ഹെഡിങ് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, എക്സാമ്പിൾ എഴുതുക, പിന്നെ നിങ്ങളുടേതായ രീതിയിലൊന്ന് എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഇതിൽ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാ പേജിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആവും. ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്നൊക്കെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഗ്രാമറൊക്കെ ആകെ ബുദ്ധിമുട്ടാവും, പിന്നെ ആകെ ടെൻഷനാവും. അതിനെക്കാട്ടി നല്ലത് ബെറ്റർ ഇത് കുറച്ച് ഷോർട്ട് നോട്ടാക്കി വെക്കുകയാണ്. എക്സാം വരെ വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി കുറെ കോമൺലി യൂസ്ഡ് പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് ആ പേജ് നമ്പർ 25 കാണാം. ടെക്സ്റ്റിലെ പേജ് നമ്പർ 25 കോമൺലി യൂസ്ഡ് പ്രിപ്പോസിഷൻസ് കാണാം. എബൌട്ട്, അതുപോലെ ഓൺ, ഫോർ, അറ്റ്, ഓഫ്, വിത്ത്, അങ്ങനെ കുറേ കാണാം. നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ വേർഡ്സ് ഒക്കെ ടു, ബൈ, ഇതൊക്കെ നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും, അല്ലേ? നെക്സ്റ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ദ ബുക്ക് ഈസ് ഇൻ മൈ ഹാൻഡ്. ദ ബുക്ക് ഈസ് ഇൻ മൈ ഹാൻഡ്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ രണ്ട് നൗൺ വരുന്നുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ബുക്കും ഒന്ന് ഹാൻഡും, അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് നൗൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല, ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് നൗണ്? ബുക്കും ഹാൻഡും. അപ്പം ഈ രണ്ട് നൗണിന്റെ ഇടയിലും ആരാണ് റിലേഷൻ വരുന്നത്? അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻ, അല്ല? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. ഇത് എളുപ്പമല്ല പ്രിപ്പോസിഷൻ. അതായത് രണ്ട് നൗൺസിന്റെ ഇടയിൽ ഇവിടെ റിലേറ്റ് ചെയ്യണത് ആരാണ്? ഇന്നാണ്. അപ്പൊ ഇന്നാണ് ഇവിടെ പ്രിപ്പോസിഷൻ. ഹിയർ ദ പ്രിപ്പോസിഷൻ ഇൻ ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടു നൗൺസ്. ഏതൊക്കെ നൗണ്? ബുക്കും ഹാൻഡും. അപ്പൊ ഇങ്ങനെയാണ് പ്രിപ്പോസിഷൻ പ്രൊനൗൺസിന്റെ ഇടയിൽ നൗണിന്റെ ഇടയിലൊക്കെ ലിങ്ക് ചെയ്യണത്. നിങ്ങൾക്കത് ക്ലിയർ ആയില്ലേ? ഇത്രയാണ് നമുക്ക് പ്രിപ്പോസിഷന്റെ സൈഡിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് നന്നായി പഠിഞ്ഞില്ലേ? ഇനി ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കി, ഡെഫിനേഷനും നോക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കൺജങ്ഷൻ ആണ് കേട്ടോ. എന്താണ് കൺജങ്ഷൻ? കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ക്ലാസ് വേർഡാണ്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ഫംഗ്ഷൻ ക്ലാസ്സും ഫോം ക്ലാസ്സും ഒക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? അത് കാണാത്തൊരു മാക്സിമം കാണുക, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ ക്ലാസ് വേർഡാണ് ഒരു കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ. അത് വേർഡ്സിന് അല്ലെങ്കിൽ ഒരു ഫ്രേസിന് അല്ലെങ്കിൽ ക്ലോസിന് അല്ലെങ്കിൽ സെന്റൻസ് തമ്മിലൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വേർഡാണ് കൺജങ്ഷൻ. ഓക്കെ, ഇറ്റ് വിൽ ഹെൽപ്സ് ഇൻ ജോയിനിങ് ഓഫ് ദ വേർഡ്സ്, ഫ്രേസസ് ഓർ സെന്റൻസസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രേസും വേർഡ്സ് ഒക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ പറയാം, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രേസസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സെയിം മീനിങ് വരുന്ന ഒരു വേർഡ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡിനെയാണ് ഫ്രേസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇൻ മൈ ഹാൻഡ്. ഇൻ മൈ ഹാൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ. അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, അതിനൊരു സം മീനിങ്, ഒരു മീനിങ് ഉണ്ട്, അല്ലേ? അതുപോലെ നെക്സ്റ്റ് ടു മൈ ഹോം, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട്. ഇതിലെ അതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്, അല്ലേ? അതിലെ ഒരു മീനിങ് ഉണ്ട്, അല്ലേ? അപ്പൊ അതാണ് ഒരു ഫ്രേസ് എന്ന് പറയുന്നത്. ഫ്രേസ് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കൺജങ്ഷൻ ആണ്. ഒരു ഫങ്ഷണൽ ക്ലാസ് വേർഡാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാലേ. അപ്പോൾ അതിൽ ഫ്രേസ് ഉണ്ടായിരിക്കും, ക്ലോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെന്റൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ ഏതാണ്? ആൻഡ്, ബട്ട്, ആഫ്റ്റർ, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ കൺജങ്ഷൻ പഠിച്ചില്ലേ? ഈ ഒരു കൺജങ്ഷൻ 2 തരത്തിലുണ്ട്. ഒന്ന് കോർഡിനേറ്റീവ്, സബോർഡിനേറ്റീവ്. അത് നമുക്ക് പഠിക്കാനില്ലേ, ജസ്റ്റ് പറഞ്ഞതാണ്. കൺജങ്ഷൻ എക്സാമ്പിൾ നോക്കാം. ഐ വാണ്ട് എ ബുക്ക് ആൻഡ് എ പെൻസിൽ. അപ്പോൾ ഇവിടെ ബുക്കും പെൻസിലും നമ്മൾ യോജിപ്പിച്ച ആൻഡ് ആണ്. അപ്പോൾ അതൊരു കൺജങ്ഷൻ ആണ്. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം, ദ മാൻ ഈസ് ലെൻ ബട്ട് സ്ട്രോങ്. അപ്പോൾ ഇവിടെ അതിനെ യോജിപ്പിച്ച് ഏതാണ്? ബട്ട്. ലെന്നും സ്ട്രോങ്ങും തമ്മിൽ യോജിപ്പിച്ച് ഏതാണ്? ബട്ട്. അപ്പോൾ അതൊരു കൺജങ്ഷൻ ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ കൺജങ്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിലത്തെ ലാസ്റ്റ് ടോപ്പിക് ഇന്റർജങ്ഷൻ. അപ്പൊ എന്താണ് ഇന്റർജങ്ഷൻ എന്ന് നമുക്ക് ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഇമോഷൻ, അത് പെട്ടെന്ന് എങ്ങനെ കാണിക്കുക, അതുകൊണ്ട് ആ ഒരു വേർഡാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഏതൊരു ഫീലിങ്ങും, സന്തോഷമായിരിക്കട്ടെ, സങ്കടമായിരിക്കട്ടെ, നിരാശയാവട്ടെ, അതിന് ആ ഒരു ഇമോഷൻ നമ്മൾ എങ്ങനെയാണ്, ഫീലിംഗ് നമ്മൾ എങ്ങനെയാണ് പറയുക? സർപ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളൊരു ഇതുണ്ടാവില്ലേ, ഹാപ്പിനെസ്, സർപ്രൈസ്, സോറോ, അതൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വേർഡ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? ഒരു വേർഡ് കൂടെ അല്ല എക്സ്പ്ലെയിൻ ചെയ്യാം. ആ ഒരു വേർഡിനാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു സന്തോഷം വന്നാൽ നമ്മൾ ചില വാക്കുകൾ പറയില്ലേ, അതിനൊക്കെയാണ് ഒരു ഇന്റർജങ്ഷൻ എന്ന് പറയാം. ഈ ഒരു ഇന്റർജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗ്രാമാറ്റിക്കൽ നോക്കിയിട്ട് തന്നെ നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഗ്രാമർ ഒന്നും നോക്കില്ലല്ലോ. വാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സ്ക്ലമേഷൻ ഒക്കെ യൂസ് ചെയ്യില്ലേ, അതിനൊക്കെയാണ് ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. അത് അത്രയും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലാതെ ഡിഫിക്കൽട്ടായിട്ട് ഇങ്ങനെ ഡെഫിനേഷൻ ഒന്നും എഴുതണ്ട. ഇതൊന്നും നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് എഴുതി വെക്കുക. നോട്ട്സ് നമ്മുടെ ഇൻസ്റ്റാ പേജിലുണ്ട് കേട്ടോ. അതിൻ്റെ ഞാൻ നോട്ടും ഇൻസ്റ്റാ പേജിലിടാം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഗ്രാമറിൻ്റെ ഒരു സൈഡൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, റിവിഷൻ പോലെ. അത് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ വേഗം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക, എന്നാലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കിതൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്റർജങ്ഷൻ നോക്കാം. നമ്മൾ പറഞ്ഞു ഇന്റർജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് വിഷമം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻ, സോറോ, ഹാപ്പിനെസ്, അതൊക്കെ വരില്ലേ, അതൊക്കെ വരുമ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വേർഡിലൂടെയാണ്. ആ ഒരു വേർഡിനെയാണ് നമ്മൾ ഇന്റർജങ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അലാസ് ഐ മിസ് ഹെർ. ഇവിടെ അലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു അപ്പത്തെ ഒരു ഇമോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്തതാണ്. അലാസ് ഐ മിസ് ഹെർ. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹുറാൻ വി ഹാവ് വോൺ ദ മാച്ച്. നമ്മൾ ഗെയിം ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്രിക്കറ്റൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്ന് പറയില്ലേ, അപ്പം അതിൻ്റെ പകരം ഇംഗ്ലീഷുകാരൊക്കെയാണ് ഇങ്ങനെ പറയാം. ഓക്കെ, അതാണ് ഈ ഒരു ഹുറ എന്ന് പറയുന്നത്. നമ്മളപ്പോൾ പ്രിപ്പോസിഷൻ നോക്കി, കൺജങ്ഷൻ നോക്കി, ഇന്റർജങ്ഷൻ നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സും ഡെഫിനേഷൻസും അതിൻ്റെ എക്സാമ്പിളും നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതുക, ഡെഫിനേഷൻ എഴുതുക, എക്സാം വരെ നീട്ടിക്കൊണ്ട് പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകണവരെ സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്കൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.